ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുതിയ ഭരണകർത്താക്കളെ നിശ്ചയിച്ചിരിക്കുകയാണ് ഇറാൻ. രാജ്യത്തെ താൽക്കാലിക നേതൃത്വം ഏറ്റെടുക്കാൻ മുതിർന്ന പുരോഹിതനായ ആയത്തുള്ള അലി റിസ അറാഫിയെ നിയോഗിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ അധികാര സ്ഥാനമാണ് സുപ്രീം ലീഡർ അഥവാ പരമോന്നത നേതാവ്. പ്രസിഡന്റിന് മുകളിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ സ്ഥാനം. ഫെബ്രുവരി 28-ന് തെഹ്റാനിലെ ഓഫീസിൽ നടന്ന US ഇസ്രായേൽ സംയുക്ത മിസൈൽ ആക്രമണത്തിൽ ഖാംനെയുടെ ഉന്നത നേതൃത്വത്തിലെ വ്യക്തികളും വധിക്കപ്പെട്ടതോടെ ഇറാന്റെ ഭരണം അനിശ്ചിതത്വത്തിലാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇറാന്റെ ഭരണഘടന പ്രകാരമുള്ള താൽക്കാലിക നേതൃത്വം ഭരണം ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോഴത്തെ പ്രസിഡന്റ്, ജുഡീഷ്യറി തലവൻ, ഗാർഡിയൻ കൗൺസിലിൽ നിന്നുള്ള ഒരു പുരോഹിതൻ എന്നിവരാണ് താൽക്കാലിക കൗൺസിലിലെ അംഗങ്ങൾ. ആയത്തുള്ള അലി റസ അറാഫിയെ പരമോന്നത ഭരണത്തലവനായി തെരഞ്ഞെടുത്തതോടെ അടിയന്തര 3-അംഗ കൗൺസിൽ പൂർണ്ണമായും രൂപപ്പെട്ടു. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ജുഡീഷ്യറി ചീഫ് ഗുലാം ഹുസൈൻ മൊഹ്സെനി ഇജയുമായും ചേർന്ന് അറാഫി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ നയിക്കും. അസംബ്ലി ഓഫ് എക്സ്പേർട്സിൽ അംഗമായ അറാഫി ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തനാണ്. ഖാംനെയുടെ ദർശനങ്ങൾക്ക് അനുസൃതമായി യുവ പുരോഹിതരെ വാർത്തെടുക്കുന്നതിലായിരുന്നു അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഖോമിലെ പരമ്പരാഗത പുരോഹിത വ്യവസ്ഥയിൽ സജീവമാണെങ്കിലും ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അറാഫി മറ്റ് പുരോഹിതന്മാരിൽ നിന്നും വ്യത്യസ്തമായ രീതിയാണ് സ്വീകരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളയാളും അറബിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പല ഭാഷകൾ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുമാണ് അദ്ദേഹം. സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യമുള്ള അറാഫി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഭരണകൂടത്തിന്റെ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. സാങ്കേതിക വിദ്യയും ആധുനികതയും ഇസ്ലാമിക് ആശയങ്ങളുമായി സമന്വയിപ്പിക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഖാംനെയുടെ അടുത്ത അനുയായിയായിരുന്നു അറാഫി. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നിലപാടുകളായിരുന്നു സ്വീകരിച്ചിരുന്നത്. അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അംഗമായതിനാൽ അടുത്ത പരമോന്നത നേതാവാകാൻ സാധ്യതയുള്ള ഒരാളായി അറാഫിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു.